ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പമ്പരമാണ്. പേപ്പർ കൊണ്ടുള്ള പമ്പരം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 സ്ക്വയർ ഷേപ്പിലുള്ള പേപ്പറാണ് എടുക്കുന്നത്. ഞാൻ എടുത്തേക്കുന്നത് ഓരോ സൈഡും 14 സെൻറ്റിമീറ്റർ ഉള്ള പേപ്പറാണ്. അത് ഫോൾഡ് ചെയ്യേണ്ട വിധമൊക്കെ ഞാൻ ഈ വീഡിയോയിൽ വ്യക്തമായിട്ടുണ്ട്. അതുപോലെ ഈസി ആയിട്ട് നമുക്കത് ഫോൾഡ് ചെയ്ത് ഇപ്പോൾ പിള്ളേർക്കൊക്കെ കളിക്കാനായിട്ട് ഈ പമ്പരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. പമ്പരം എന്ന് പറയുന്നത് ഇപ്പോൾ പിള്ളേർക്കൊക്കെ അത് അറിയാവോ എന്നറിയത്തില്ല. അത് നമ്മുടെ പമ്പരമൊക്കെ വംശനാശം സംഭവിച്ചു പോയ ഒരു സാധനങ്ങളാണ്. ഇപ്പോൾ പെരുന്നാൾ സ്ഥലങ്ങളിലൊക്കെ JCBയും ഹിറ്റാച്ചിയും അങ്ങനെ പല പല വെറൈറ്റീസ് ആയതും നമ്മൾ കണ്ടിട്ടില്ലാത്തതുമായ കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ കിടന്ന് കറങ്ങുമ്പോൾ നമുക്ക് ഇടയ്ക്കൊരു എൻ്റർടൈൻമെൻറ്റിനായി പിള്ളേർക്ക് പേപ്പർ കൊണ്ടതുപോലെ പമ്പരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. പമ്പരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം എനിക്ക് പമ്പരവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു കഥയാണ് എൻ്റെ മനസ്സിലോട്ട് വരുന്നത്. ഞങ്ങൾ ഈ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പം ദൂരദർശനായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത്തെ പോലെ ഏഷ്യാനെറ്റ്, കേബിൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് 7 മണിയാണോ 7:30 എന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു സീരിയൽ ഉണ്ടായിരുന്നു, പകിട 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 പമ്പരം. ഒരു തമാശ സീരിയലായിരുന്നു. ഇന്നത്തെ കുട്ടികൾ ഉച്ചയ്ക്ക് ഇരുന്നുകൊണ്ട് സീരിയലിൻ്റെ കഥ പറയലേ, ഇത് ഖുഷിയുടെ അർണവിൻ്റെയൊക്കെ പോലെ. അന്നത്തെ കാലത്ത് എല്ലാ വീടുകളിലും TV ഒന്നുമില്ല. അപ്പോൾ ഉച്ച സമയത്ത് ചോറുണ്ണ സമയത്ത് ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടെ കുറേ പേര് കൂടി ഗ്രൗണ്ടിൽ പോയിരിക്കും. ഗ്രൗണ്ടിൽ പോയിരുന്ന് തലേദിവസം TV-യിൽ പമ്പരത്തിൻ്റെ കഥ പറയും. അങ്ങനെ കളിച്ചും ചിരിച്ചൊക്കെയാണ് ഞങ്ങളുടെ ഉച്ച സമയം. അത് കഴിഞ്ഞിട്ട് വെള്ളത്തിപ്പാറ്റ, കിളിത്തട്ട്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കളികളൊക്കെ കഴിച്ച് പാത്രം സൈഡിൽ വെച്ചിട്ട് ഞങ്ങൾ കളിയും ഗ്രൗണ്ടിൽ ഇരുന്ന് തന്നെ കളിയും തുടങ്ങും. അവസാനം ഏകദേശം ബെല്ലടിക്കാൻ നേരത്ത് തിരിച്ച് ക്ലാസ്സിൽ വരുന്നത്. അന്നത്തെ ദിവസവും ഞങ്ങളിതുപോലെ ഇരുന്നുകൊണ്ട് കഥയെല്ലാം പറഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടും സമയം പോയത് അറിഞ്ഞില്ല. ക്ലാസ്സിലോട്ട് ചെന്നപ്പം നമ്മുടെ അധ്യാപകൻ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ക്ലാസ് എടുക്കാൻ തുടങ്ങി. പക്ഷേ ക്ലാസ്സിലെ ഒരു കാൽഭാഗം പിള്ളേർ ഞങ്ങളെല്ലാവരും കൂടെ കഥ പറച്ചിലൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിൽ വന്നിട്ടില്ലായിരുന്നു. എന്താണോ അന്നത്തെ സമയം പോയത് അറിഞ്ഞില്ല. ഞങ്ങളെല്ലാവരും കഥകളെല്ലാം പറഞ്ഞങ്ങനെ ഇരുന്നു. ക്ലാസ്സിൽ ചെന്ന് വാതിക്കെ ചെന്നപ്പം ഞങ്ങൾക്ക് നല്ല അടിയാണ് അന്ന് കിട്ടിയത് ഞങ്ങളുടെ സാറിൻ്റെ കയ്യിൽ നിന്ന്. ഇപ്പം പകിട പമ്പരം പറഞ്ഞതും ഈ പമ്പരവുമായിട്ട് ബന്ധപ്പെടാത്ത അന്നത്തെ അടിയും ആ കുസൃതികളൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഇന്നത്തെ കുട്ടികൾക്ക് അന്യം നിന്നുകൊണ്ടിരുന്ന ഉള്ള ഒരു കുസൃതികളും കളികളൊക്കെയാണ്. ഇന്ന് വെക്കേഷൻ ആയാലൊന്നും എല്ലാവരും മൊബൈലിൽ കളിയൊക്കെ ആയിട്ടിരിക്കും. അന്നാണെങ്കിൽ ഈ പാടത്തും പറമ്പിലും ഓടിയും ചാടിയും നടന്നൊരു കാലം, അത് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു കാലം തന്നെയാണ്. പിന്നെ ഈ കഥ പമ്പരവുമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിലും എനിക്ക് പമ്പരം ഉണ്ടാക്കിയപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഈ കഥയും കാര്യങ്ങളൊക്കെയാണ് വന്നത്. ഞങ്ങളുടെ അമ്മ ഇപ്പോഴും പറയും, ഞങ്ങൾ വെക്കേഷൻ ആകുന്നിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും, ഉച്ചയാകുന്നിട്ട് ഉണ്ണാൻ വരും, പിന്നെ വീണ്ടും പോവും, വൈകുന്നേരം വീട്ടിൽ കയറും. അതായിരുന്നു പരിപാടി എന്ന് ഇപ്പോഴത്തെ പിള്ളേർ വീടിൻ്റെ ഉള്ളിൽ കുത്തിയിരിക്കാൻ നേരത്ത് പറയും നിങ്ങളുടെയൊക്കെ കാലം നല്ല രസമായിരുന്നു എന്ന് അമ്മ തന്നെ പറയും. പാടത്ത് ചങ്ങാടം ഉണ്ടാക്കാനും മീൻ പിടിക്കാനും ക്രിക്കറ്റ് കളിക്കാനും പെൺകുട്ടി ആൺകുട്ടി വ്യത്യാസമില്ലായിരുന്നു. ഞാനും പോയി ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്രിക്കറ്റ് കളി എല്ലാം ഫോൺ വഴി, ഗെയിമിങ് എല്ലാം ഫോൺ വഴി. പക്ഷേ ഇന്നത്തെ കുട്ടികൾ ഏറ്റവും മിസ് ചെയ്യുന്നതും ഉള്ളൊരു കൂട്ടുകെട്ടും കാലഘട്ടങ്ങളും അത്. പക്ഷെ അത് ആസ്വദിച്ചിരുന്നവർക്കറിയാം അതിൻ്റെ വിലയും ആ മൂല്യങ്ങളൊക്കെ. ഇനി അങ്ങനത്തെ ഒരു കാലം വരുമോ എന്നറിയത്തില്ല. വരാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? പക്ഷേ പുറത്തിറങ്ങാൻ നേരത്തെ ഇന്നത്തെ കാലത്ത് ഒത്തിരി നെഗറ്റീവ്സുകളും നമ്മളത് ഈ മിസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് വിശ്വസിച്ച് കുഞ്ഞിനെ വെളിയിലോട്ട് വിടാൻ പറ്റില്ല ഇന്നത്തെ കാലഘട്ടത്ത്. പണ്ട് കുഞ്ഞുങ്ങൾ എന്നൊരു വ്യത്യാസം, കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളുടേതായി കാണുമായിരുന്നു എല്ലാവരും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വിശ്വസിച്ച് പെൺകുഞ്ഞിനെയാണേലും ആൺകുഞ്ഞിനെയാണേലും മറ്റൊരു സ്ഥലത്ത് ഏൽപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, കൂട്ടുകാരെല്ലാം പേപ്പർ കൊണ്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കൂ. നല്ല രസമുണ്ട്, കളിച്ചുകൊണ്ടിരിക്കാനും ഒക്കെ സമയം പോകും. എന്നിട്ട് അതിൻ്റെ അഭിപ്രായവും കൂടെ പറയണം കേട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ. അടുത്തൊരു കുഞ്ഞു വീഡിയോയും കുഞ്ഞു കഥകളുമായി കാണുന്നത് വരെ ബൈ.